അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട പൊട്ടിച്ചിട്ട ഗ്രേവി. ഇത് ഭയങ്കര സിമ്പിളാട്ടോ. അതായത് ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സിമ്പിളായിട്ട് ടപ്പേന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു പണിയൊന്നുമില്ലല്ലോ. പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് എങ്ങാനും വന്നാൽ തന്നെ ചട്ടപ്പട്ടയെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വീട്ടിൽ ചെയ്യാറുള്ളതാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഭവം ഞാൻ ഉണ്ടാക്കാറുണ്ടെങ്കിലും എനിക്കിതിൻ്റെ പേരങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് ഇട്ടൊരു പേരാണ് മുട്ട പൊട്ടിച്ചിട്ട ഗ്രേവി. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മുട്ട, കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പട്ട, കരയാമ്പ്, ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, തക്കാളി, സവാള, വെളുത്തുള്ളി ഇഞ്ചി ഇടിച്ചത്, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഇപ്പൊ അടുത്തെന്താ ചെയ്യണ്ടേ? ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ. എനിക്കൊരു അബദ്ധം പറ്റിയേ. കാരണം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഞാൻ കടുകിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി. ഇപ്പം എണ്ണ ചൂടായി വന്നപ്പോഴാണ് അയ്യോ കടുകിടണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. സാരമില്ല, മനുഷ്യരല്ല, അബദ്ധങ്ങളൊക്കെ പറ്റും. അബദ്ധങ്ങൾ മാത്രമല്ല പറ്റണമല്ലോ എന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് കുറച്ച് കടുകിടണം കേട്ടോ. പട്ട, 2 കരയാമ്പ്, 2 ഏലക്ക, പിന്നെ കുറച്ച് പെരുംജീരകം. ദമ്മേ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയില്ലേ അതിട്ട് കൊടുക്കാം. ഇവിടെ 2 സവാള എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് വരണ്ട് വരണേ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നോക്കിയിട്ടിട്ട് പിന്നെ ഇട്ടാൽ മതിയല്ലോ. അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. സവാള എന്തോരം വരളൊന്നോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ഈ മുട്ട പൊട്ടിച്ച ഗ്രേവിക്ക്. എന്നുവെച്ചാൽ കരിഞ്ഞു പോരുത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വരലട്ടെ. मुलाकात हो न हो, लेक जागले उरेना उनेना निलाविल पार्ത്തത് ഉലാവും ഉണ്ണിളമൈതാൻ നിലാവിൽ പാർത്തത് ഉലാവും ഉണ്ണിളമൈതാൻ ഊഞ്ചലാടത്. ഒരുപോലെ ഉണ്ടല്ലേ. അപ്പൊ അത് നന്നായിട്ട് വരണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടിച്ചത് ഇടാം. നമ്മുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും ഇടിച്ചതും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പരിവാവണം കേട്ടോ. നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം മസാലയുടെ ആ പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു മുട്ട എടുത്തിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും മുട്ട എടുക്കുന്നില്ല കേട്ടോ, ഒരു 4 മുട്ട എടുത്തിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ഇട്ടാൽ മതി, അത്രയും. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതിന്ന് മൂടി വെച്ച് വേവിക്കാം. അവിടെ ഇരിക്കട്ടെ. മുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണല്ലേ. എൻ്റെ വീട്ടിലും അതെ കേട്ടോ, മുട്ട എങ്ങനെ ചെയ്ത് കൊടുത്താലും കഴിച്ചോളും. പക്ഷെ ഇപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഹാപ്പിയാണത് നമ്മുടെ ഹാപ്പി കുഞ്ഞ്. ഭയങ്കര ഇഷ്ടം അവൾക്ക് മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഒരു പിടി മല്ലിയില, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ചിട്ട ഗ്രേവി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചപ്പാത്തി, ബ്രെഡിൻ്റെ ഒക്കെ സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. എനിക്ക് വിശക്കാൻ പറയും. ബൈ.